ആദ്യമായി ഏറ്റവും നന്നായി വോട്ട് ചെയ്യാൻ പ്രതികൂലമായ കാലാവസ്ഥയിലും നല്ല ചൂടുള്ള സമയമായിരുന്നല്ലോ, അതെല്ലാം അവഗണിച്ചുകൊണ്ട് ദീർഘനേരം തന്നെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടും ഒട്ടും മടികൂടാതെ വളരെ ആത്മാർത്ഥമായി വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരോടും ഹൃദയംഗമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ബൂത്തിൽ ഞാൻ ഇന്നലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലെ ശരാശരി 2-3 ബൂത്ത് വീതം പോയിരുന്നു. അവിടെയൊക്കെ കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ നീണ്ട ക്യൂ ആണ്. 6 മണിക്ക് കഴിഞ്ഞിട്ടും ടോക്കൺ വാങ്ങിച്ച് നിന്ന് വീണ്ടും ഒരുപാട് സമയം നിൽക്കേണ്ടി വന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും പോളിംഗ് പെർസെൻറ്റേജ് മലപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഏതോണ്ട് അടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണ്. കാര്യമായിട്ടുള്ള പെർസെൻറ്റേജിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല. അത് വലിയൊരു കാര്യം. രണ്ടാമത് ഇതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഗതി, സാധാരണ ഈ ഇലക്ഷൻ സമയമാകുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്കും നോക്കി ആരാ ഇനി വരാത്തത് ആരാന്നൊക്കെ നോക്കി അങ്ങനെ ആൾ പോയി കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രക്രിയ കാണാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അത് കണ്ടില്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും എന്തായിരുന്നാലും വോട്ട് ചെയ്യണം എന്നുള്ള സ്വയമേ ഉള്ള ഒരു ആവേശം, അത് ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തായിരുന്നാലും ശരി, ഒരു ജനാധിപത്യ വേദിയിൽ വലിയൊരു നല്ല പ്രവണതയാണത്. കാരണം വെച്ചാൽ തെരഞ്ഞെടുപ്പ് എങ്ങനെ ഞങ്ങൾ ഒഴിഞ്ഞു പോട്ടെ എന്നുള്ളതല്ല, തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഉത്തരവാദിത്തമുള്ളതാണ്, അത് നിർവഹിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യം പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാരിലടക്കം വലിയ തോതിൽ വന്നിരിക്കുന്നു എന്നത് ഈ മേഖലയിലെ നമ്മുടെ ചിന്തകളെ തട്ടി ഉണർത്തുന്ന ജനാധിപത്യ ബോധത്തെപ്പറ്റി നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത്രയധികം ഉത്കണ്ഠ അവർക്കുണ്ടെന്നും അത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കണമെന്നുള്ളൊരു വിചാരം വന്നു എന്നത് പൊതുവേ ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ വന്ന ഏറ്റവും ആരോഗ്യകരമായ ഒരു പ്രവണതയാണ്. പിന്നെയെന്ന് പറയുന്നത്, ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പല ദുഷ്പ്രചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ദുഷ്പ്രചാരങ്ങളെല്ലാം തന്നെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കൊണ്ട് വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മൾ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും ആ വോട്ടിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ റിസൾട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സംവിധാനത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ഈ പ്രാവശ്യം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സിസ്റ്റം തന്നെ വളരെ സ്ലോ ആയിരുന്നു. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ കിട്ടേണ്ട ആ ടൈം ഓരോ ടൈമിന് വെച്ചിട്ടുള്ളതിന് പകരം അതങ്ങ് നീണ്ടുപോയി. അത് നമ്മൾ പ്രസ് ചെയ്ത സൗണ്ട് ഇതാക്കാൻ അവസാനിക്കാനും അതോടുകൂടി തന്നെ ഇതിൻ്റെ മറ്റ് റീഡിങ്ങും ഒക്കെ തന്നെ വൈകിയതായിട്ട് കാണാൻ സാധിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ സ്ലോ ആണ്. പലയിടത്തും നോക്കുക പുതിയ ഓഫീസേഴ്സാണ്, പക്ഷേ അവർക്ക് വേണ്ടത്ര പരിചയമില്ല. അതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കുമ്പോൾ 10 മണി ഞാൻ തന്നെ എൻ്റെ മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് മുണ്ടുപടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ തന്നെ 9 മണിയായിരുന്നു. 10 മണി 10:30 മണിയായിട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ പലയിടത്തും അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊരു അപാകതയാണ്. ശരിക്ക് അത് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. കാരണം വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്ക് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ സ്ഥിതി ആലോചിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് സമയം പുറത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ സ്ഥലത്ത് വൈകുന്നേരമൊക്കെ ആളുകൾ മടി കൂടാതെ നിന്ന് വോട്ട് ചെയ്തു എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. പക്ഷേ ഇത്തരം സംഗതികൾ ഇതിൻ്റെ ഒരു പഠിക്കാനുള്ള സംഗതിയായി മനസ്സിലാക്കിയിട്ട് ഉദ്യോഗസ്ഥന്മാർ തിരുത്തേണ്ടതാണ്. രണ്ടാമതൊരു കാര്യം, ശ്രദ്ധിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുറച്ചൊക്കെ അങ്ങോട്ടും കൊണ്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നില്ലാതെ കേരളത്തിൽ ഏത് കാലത്തും പുലർത്തിപ്പോകുന്ന ഒരു പാരമ്പര്യമുണ്ട്, അച്ചടക്കത്തിൻ്റെ അല്ലെങ്കിൽ അക്രമരഹിതമായ ഒരു സാഹചര്യം. അത് കണ്ടു. കാര്യമായിട്ടുള്ള കേസുകളോ കാര്യങ്ങളോ വഴക്കുകളോ ഒന്നും ഇല്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ കണ്ടത്. അതും നല്ല ഒരു ആരോഗ്യകരമായ പ്രവണതയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇന്നലെ തന്നെ വൈകുന്നേരമൊക്കെ ഒന്ന് കണ്ട നിങ്ങളോട് അന്ന് ബ്രീഫ് ചെയ്ത പോലെ തന്നെയാണ് ആ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. നല്ല വിധത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും UDF ഉണ്ടാവുക എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് നമുക്ക് അങ്ങനെ പറയുന്നതിലർത്ഥമില്ല. ഇതിനിപ്പോൾ എന്താ പറയുക, ഒരു കാഷ്വലായിട്ടങ്ങ് പറഞ്ഞ അർത്ഥമില്ല. പൊതുവേ നോക്കുകയാണെങ്കിൽ ആ വോട്ടർമാരുടെ ആ ഔത്സുക്യവും ആസാംഗികമൊക്കെ നോക്കുന്ന സമയത്ത് ഒരു നല്ല ബെസ്റ്റ് പെർഫോമൻസ് ഉണ്ടാവുന്ന ഈ ഘട്ടത്തിൽ പറയാൻ നോക്കും. അല്ലാതെ കൃത്യമായിട്ട് നമ്മൾ ഒരു അർത്ഥമില്ലാതെ അത് പറഞ്ഞൊരു അർത്ഥമില്ല. നല്ലൊരു ഭൂരിപക്ഷം കഴിഞ്ഞ താരതമ്യേന മുൻകാലങ്ങളെക്കാളൊക്കെ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ കണക്കിടുന്നത്. ചെറിയ പോളിംഗിൽ കുറവ് വന്നത് ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷത്തെ ബാധിക്കോ? കുറച്ച് ആളുകൾക്കെങ്കിലും ഈ വന്ന് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, ഈ ഡിലേ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഒന്ന് മരുന്ന് കഴിക്കേണ്ടവരുണ്ടാവും, പിന്നെ സോക്കേടുകാരുണ്ടാവും. അപ്പം അങ്ങനത്തെ ആളുകൾ സ്വാഭാവികമായിട്ടും പോയിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ അങ്ങനെ വലിയൊരു ഡിക്ലൈൻ കാണുന്നില്ല. നമ്മളിപ്പോൾ ഈ പിന്നെ പോസ്റ്റൽ വോട്ടും അതുപോലെ തന്നെ 80 വയസ്സിന് മേലുള്ള ആളുകളുടെ ഇതുമൊക്കെ വരുമ്പോൾ നോക്കും
ഓൾമോസ്റ്റ് സെയിം എന്നുള്ളതിലേക്ക് പോകും. കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി തന്നെ എന്നുള്ളതിൽ പെർസെൻറ്റേജ് ഉണ്ടാവും. ഇല്ല 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 ഇല്ല. ഈ ഇടതുമുന്നണി പറയുന്നത് ഈ സമസ്യയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മൂലം ഒരു വിഭാഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു, അതായത് CPM വോട്ട് ചെയ്തില്ല, പക്ഷേ ലീഗിനും വോട്ട് ചെയ്യാതെ വിട്ടു നിന്നു എന്നുള്ളതാണ്. അതാണ് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറച്ചെങ്കിലും കുറയാൻ. ഞാനങ്ങനെ വിലയിരുത്തുന്നില്ല. നമുക്കങ്ങനെ ഒരു നമ്മളെ മുമ്പിൽ അങ്ങനെ ഒരു പ്രകടമായിട്ടൊന്നും വന്നിട്ടില്ല. പ്രകടമായിട്ടൊന്നും വന്നാലില്ല നമ്മളിപ്പോൾ ഒരു സങ്കല്പം വെച്ചിട്ട് നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊന്ന് ഇടത് സ്ഥാനാർത്ഥി വി വസീഫിനെ മഞ്ചേരി വെച്ച് കയ്യേറ്റം ചെയ്തു ലീഗുകാർ. വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. ലീഗിന്റെ അവിടെ വെച്ചിട്ടാണ് വലിയ പ്രതിഷേധം ഉണ്ടായത്. ഞാനത് പിന്നെ പരിശോധിച്ചപ്പോൾ അത് എന്തോ എക്സാക്രേറ്റ് ചെയ്ത് പറയുന്നതാണ് എന്നാണ് തോന്നിയത്. നമുക്ക് അതിൻ്റെ വസ്തുത കൃത്യമായിട്ട് നോക്കിയിട്ട് എന്താ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ അവിടെ അങ്ങനത്തെ കാര്യം പ്രശ്നങ്ങളൊന്നുമില്ല, വാർത്തകളൊക്കെ വന്നു എന്നല്ലാതെ അവിടെ അങ്ങനെ കാര്യമായിട്ടുണ്ടായില്ല എന്ന് നോക്കുകയും ചെയ്യാം. സത്യം കണ്ടെത്താൻ നോക്കാം. അതുപോലെ മറ്റൊരു കാര്യം, അതായത് സ്റ്റേറ്റ് വിഷയമാണ്. അതായത് ഈ EP ജയരാജൻ കഴിഞ്ഞ ദിവസം പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരികയാണ്. അത് EP ജയരാജൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നീട് ഇന്നലെ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട താക്കീതൊക്കെ നൽകുകയും ചെയ്തു. ഇത് എന്തിന്റെ സൂചനയാണ്? EP BJPയിലേക്ക് എന്ന തരത്തിൽ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇതൊക്കെ ഈ EP ജയരാജനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. BJP CPM തമ്മിലൊരു അവിശുദ്ധ ബന്ധം വികസിച്ചിട്ടുണ്ടെന്നുള്ളത് ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഞങ്ങൾ പല നയങ്ങളെടുത്ത് പരിശോധിച്ചാലും ഇടതുപക്ഷ മുന്നണിയും CPM അതുപോലെ തന്നെ BJPയുടെയും നയങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിലുണ്ടായ സാമ്യത എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരുപാട് അതിൻ്റെ കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, അതിൻ്റെ പ്രകടമായ ഭാവമാണിപ്പോൾ ഈ സംഭവത്തിലുണ്ടായിട്ടുള്ളത്. എൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത്, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിരുന്ന ഒരു കാര്യം ശരിയാണെന്ന് അവരുടെ ഈ പ്രസ്താവനകൾ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല, അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഗൗരവമായൊരു വിഷയമാണ് രാജ്യത്ത്. കാരണം ഇവർ ഈ CPM ഈ കാലം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ മാത്രമാണ് എതിരാളികൾ ആർക്ക്, BJPക്ക് എന്ന് പറഞ്ഞിരുന്നവർ അവിശുദ്ധമായിട്ടുള്ളൊരു ബന്ധം അവരുടെ ഡിസ്കഷൻ അടക്കം നടന്നുവെന്ന് സമ്മതിച്ച സാഹചര്യത്തിൽ ഗൗരവമായൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് അത് വിധേയമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല.